അടിമാലി കുമളി ദേശീയപാതയുടെ ഭാഗമായ ആനവിലാസം വള്ളക്കടവ് റോഡിൽ രത്നപ്പാറ വളവിൽ അപകടങ്ങൾ പതിവാകുന്നു. കൊടും വളവുകളും വീതിയില്ലാത്തതുമായ റോഡിൽ സുരക്ഷാ മുന്നറിയിപ്പില്ലാത്തതാണ് തുടർച്ചയായ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആക്ഷേപം. കുമളിയിൽ നിന്നും കട്ടപ്പന ഭാഗത്തേക്കും തിരിച്ചും എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ദേശീയപാത ദുരന്തം വിതയ്ക്കുന്ന അപകടപാതയായി മാറുന്നു. വലിയ കുത്തിറക്കങ്ങളും കൊടുംവളവുകളും വീതി കുറഞ്ഞതുമായ പാതയിൽ വേണ്ടത്ര സുരക്ഷാ മുന്നറിയിപ്പുകളില്ല. ആനവിലാസം വള്ളക്കടവ് റോഡിലെ രത്നപ്പാറ വളവിൽ നിരവധി വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത്. തമിഴ്നാട്ടിൽ നിന്നും പൈപ്പുമായി എത്തിയ ടോറസ് ലോറി കുത്തിറക്കത്തിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട് എതിരെ വന്ന കാറിലും KSRTC ബസിനും ഇടിച്ച് റോഡിന് വളവിന് താഴ്ചയിലേക്ക് മറിഞ്ഞതാണ് അവസാനത്തെ അപകടം. NH 185 ഭാഗമായിട്ടുള്ള അടിമാലി തേക്കടി ഹൈവേയുടെ നാഷണൽ ഹൈവേയുടെ ഭാഗമാണിത്. ഇതിലെ രത്തിരപ്പാറ, ഇപ്പം നമ്മൾ ഈ ആക്സിഡൻറ്റ് നടന്നേക്കുന്ന രത്തിരപ്പാറയിലാണ്. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഇറക്കം എന്ന് പറഞ്ഞാൽ കുത്തനെയുള്ളൊരു ഇറക്കമാണ്. ഇതിലെ വരുന്ന വലിയ വാഹനങ്ങൾ, അതായത് പരിചയമില്ലാത്ത പുറത്തുനിന്ന് വരുന്നൊരു വാഹനം, അയാൾക്ക് ആ ഡ്രൈവർക്ക് ശരിയായിട്ടുള്ള ദിശാ ബോർഡുകൾ ഇവിടെ കൊടുക്കുവാനായിട്ടോ അല്ലെങ്കിൽ ഇതിനൊരു അപകട സാധ്യത കൂടി ഏറിയാണെന്ന് കൊടുക്കുന്ന ഒരു ബോർഡുകളോ ഇവിടെയില്ല. റോഡിൽ റിഫ്ലക്ടറുകളും സൈൻ ബോർഡുകളും ദേശീയപാത അതോറിറ്റി ഒരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. പാതയുടെ ഇരുവശങ്ങളിലേക്കും ചാഞ്ഞുകിടക്കുന്ന മരങ്ങളും വെട്ടിമാറ്റണമെന്നും ഡ്രൈവർമാരും ആവശ്യപ്പെടുന്നു. കൈരളി ന്യൂസ്, ഇടുക്കി.